അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولمصنفي هذا الكتاب ولجميع المؤمنين والمؤمنات. പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂറത്തുൻ നൂറിന്റെ തഫ്സീറാണ്. സൂറത്തുൻ നൂർ, നൂർ എന്ന് പറഞ്ഞാൽ പ്രകാശം എന്നാണല്ലോ അർത്ഥം. നമ്മൾ ഈ സൂറത്ത് തെരഞ്ഞെടുക്കാൻ കാരണം ഇത് പഠിപ്പിക്കപ്പെടണമെന്ന് പ്രത്യേകം നബി തങ്ങളുടെ കൽപ്പന വന്നിട്ടുണ്ട് ഈ സൂറത്തിനെ കുറിച്ച്. ശർഈയായ ധാരാളം അഹ്കാമുകൾ വിവരിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുൻ നൂർ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്ത്രീകൾക്ക് നിങ്ങൾ എഴുത്ത് പഠിപ്പിക്കരുത്, പുരുഷന്മാര് ഒരുമിച്ച് കൂടുന്ന സ്ഥലത്തേക്ക് അവരെ കൊണ്ടുവരരുത് എന്നൊക്കെ പറഞ്ഞിട്ട് നബി തങ്ങൾ പറയുന്നുണ്ട്, അല്ലിമൂഹുന്ന സൂറത്തൻ നൂർ, സ്ത്രീകൾക്ക് നിങ്ങൾ നൂർ സൂറത്ത് പഠിപ്പിക്കുക. സ്ത്രീകൾ സൂറത്തു നൂർ പഠിക്കണം, സ്ത്രീകൾക്കത് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് ഈ ഹദീസിൽ നിന്ന് വ്യക്തമാണല്ലോ. നമ്മുടെ അക്കാദമിയിൽ ധാരാളം സ്ത്രീകൾ ഉണ്ടായതുകൊണ്ടും ഈ സൂറത്തിൽ ധാരാളം അഹ്കാമുകൾ വിവരിക്കുന്നത് സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമായതുകൊണ്ടുമാണ് ഇങ്ങനെ ഒരു സൂറത്ത് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. സൂറത്ത് നൂറ് പഠിപ്പിക്കുക, അതുപോലെ തന്നെ നൂലുകളും മറ്റുമൊക്കെ മുടയുന്നത് പഠിപ്പിക്കുക, തയ്യൽ പഠിപ്പിക്കുക, തുന്നൽ പഠിപ്പിക്കുക എന്നതൊക്കെ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളെ പഠിപ്പിക്കാൻ. അതിൽ സൂറത്ത് നൂറ് പഠിപ്പിക്കലേ നമുക്ക് സാധിക്കുകയുള്ളൂ. ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു തആല അൻഹു കൂഫക്കാരിലേക്ക് കത്തെഴുതിയിട്ടുണ്ട്, അല്ലിമൂ നിസാഅക്കും സൂറത്തൻ നൂർ, നിങ്ങൾ സ്ത്രീകൾക്ക് സൂറത്തു നൂർ പഠിപ്പിക്കണം. സ്ത്രീകൾ പ്രത്യേകം പഠിക്കാൻ കൽപ്പന വന്നതാണ് എന്ന് കരുതിയിട്ട് പുരുഷന്മാരിത് പഠിക്കണ്ട എന്ന അർത്ഥമില്ല. ധാരാളം അഹ്കാമുകൾ ഉണ്ടെന്ന് പറഞ്ഞുവല്ലോ, എല്ലാവരും പഠിക്കേണ്ടത് തന്നെയാണ്. സ്ത്രീകൾക്ക് എഴുത്ത് പഠിപ്പിക്കണ്ട എന്ന് ആ ഹദീസിന്റെ ബാക്കിയിലുണ്ട്. പക്ഷെ സ്ത്രീകൾക്ക് എഴുത്ത് പഠിപ്പിക്കൽ ഹറാമാണ് എന്നൊന്നും അതിനർത്ഥമില്ല. പൊതുവെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവര് അടങ്ങി ഒതുങ്ങി കഴിയേണ്ടവരാണല്ലോ. ഇപ്പൊ എഴുത്തൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ആ എഴുത്തിലൂടെ അവർ തെറ്റിലേക്ക് പോയി വീഴും എന്ന ഒരു സാധ്യത ഉണ്ടായതുകൊണ്ടാണ് അവർക്ക് എഴുത്ത് പഠിപ്പിക്കരുത്. ലാ തുഅല്ലിമൂഹുന്നൽ കിതാബ, സ്ത്രീകൾക്ക് നിങ്ങൾ കിതാബത്ത് പഠിപ്പിക്കരുത്, എഴുത്ത് പഠിപ്പിക്കരുത് എന്ന് നബി തങ്ങൾ പറഞ്ഞത്. ഇന്ന് നമ്മളത് അനുഭവിച്ച് അറിയുന്നുണ്ട്. മെസ്സേജുകളും ലെറ്ററുകളും മറ്റൊക്കെ സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ധാരാളം സർവ്വസാധാരണമായിട്ട് നടക്കുന്നതാണല്ലോ. അതുകൊണ്ട് തന്നെയാണ് നബി തങ്ങൾ അത് വിലക്കിയതും. എന്നാൽ ഈ ഒരു സാധ്യത പുരുഷന്മാരിലും ഉണ്ട്, പുരുഷന്മാരും എഴുതാം. പക്ഷെ പുരുഷന്മാര് ഒരു സ്ത്രീക്ക് പ്രേമ ലെറ്ററുകളോ ലവ് ലെറ്ററുകളോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അനാവശ്യമായ കത്തുകളൊക്കെ കൊടുക്കുകയാണെങ്കിൽ
അത് സ്ത്രീയുടെ സപ്പോർട്ടില്ലാതെ, സ്ത്രീ അത് സമ്മതിക്കാതെ ഈ പുരുഷന്റെ ഉദ്ദേശം പൂർത്തീകരിക്കപ്പെടില്ല. നേരെ മറിച്ച് സ്ത്രീയുടെ ഭാഗത്തുനിന്ന് പുരുഷന്റെ ഭാഗത്തേക്ക് ഇങ്ങോട്ട് വരുന്നത് കൂടുതൽ ഫിത്നയിൽ അകപ്പെടുത്തും. അതുകൊണ്ടാണ് അങ്ങനെ വിലക്കിയിട്ടുള്ളത്. എന്നാൽ പഠിപ്പിക്കലും പഠിക്കലും ഹറാമൊന്നുമല്ല, അനുവദനീയമാണ്. എങ്കിലും ഒഴിവാക്കലാണ് നല്ലത് എന്നേ ഉള്ളൂ. ആയിഷ ബീവി തന്നെ പറയുന്നുണ്ടല്ലോ, മഹദിയായ ഷിഫ ബീബി റളിയല്ലാഹു അൻഹ, ഷിഫ ബിൻത് അബ്ദില്ല, അവര് ഒരു പ്രത്യേക അസുഖത്തിന് മന്ത്രിക്കുന്ന സ്ത്രീയായിരുന്നു. ആ സ്ത്രീ മന്ത്രിച്ചാൽ അസുഖം മാറാറുണ്ട്. ഈ സ്ത്രീ ഒരിക്കൽ നബിതങ്ങളുടെ അടുക്കലേക്ക് വന്നപ്പോ നബിതങ്ങൾ ഹഫ്സ ബീവിയുടെ കൂടെയാണുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മോള് ഹഫ്സ ബീവിയുടെ കൂടെ. ഷിഫ ബീവിയെ കണ്ടപ്പോ നബിതങ്ങൾ പറഞ്ഞു, അല്ലിമീഹ, നീ ഈ ഹഫ്സക്ക് നീ പഠിച്ച ആ മന്ത്രം ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം. ഏതുപോലെ? കമാ അല്ലിംതീഹൽ കിതാബ, ഹഫ്സക്ക് നീ എഴുത്ത് പഠിപ്പിച്ചതുപോലെ നീ മന്ത്രിക്കുന്ന ആ മന്ത്രവും പഠിപ്പിച്ചു കൊടുക്കണം എന്ന് ഷിഫ ബീവിയോട് നബി തങ്ങള് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഹഫ്സ ബീവിക്ക് ഷിഫ ബീവി എഴുത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. നബി തങ്ങൾ അത് അറിഞ്ഞിട്ടുമുണ്ട്. നബി തങ്ങൾ അത് വിരോധിച്ചിട്ടില്ല. പക്ഷെ നബി തങ്ങൾ എഴുത്ത് പഠിപ്പിക്കാൻ പറഞ്ഞു എന്ന് ആ ഹദീസിലില്ല. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. നബി തങ്ങൾ ഹഫ്സ ബീവിക്ക് എഴുത്ത് പഠിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടില്ല. എഴുത്ത് അവർ പഠിപ്പിച്ചിരുന്നു. നബി തങ്ങൾ പറഞ്ഞു, നീ എഴുത്ത് പഠിപ്പിച്ചതുപോലെ മന്ത്രവും പഠിപ്പിച്ചു കൊടുക്കണമെന്ന്. ഇങ്ങനെയുള്ള ഹദീസുകളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് ബഹുമാന്യരായ ഫുഖഹാ വിധി പറയുന്നത്, എഴുത്ത് പഠിപ്പിക്കലും പഠിക്കലും ഹറാമൊന്നുമല്ല. ഫിത്നയിൽ അകപ്പെടും എന്ന് പേടിയുണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. എഴുത്ത് പഠിപ്പിക്കുകയും ചെയ്യരുത്. അതിരിക്കട്ടെ, സൂറത്തുൻ നൂർ പഠിപ്പിക്കണം എന്ന് പറയുന്ന ഹദീസിൽ ഉള്ള ഒരു വാചകമാണ് സ്ത്രീകൾക്ക് എഴുത്ത് പഠിപ്പിക്കരുത്, ലാ തുഅല്ലിമുഹുന്നൽ കിതാബ എന്ന്. അതുകൊണ്ടത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. സൂറത്തുൻ നൂർ മദനിയാണ്. ഹിജ്റക്ക് ശേഷം അവതരിച്ച ആയത്താണ് സൂറത്തുൻ നൂർ. വഹിയ സിൻതാനി ഔ അർബഉം വസിത്തൂന ആയ, 62 ആയത്ത് അല്ലെങ്കിൽ 64 ആയത്ത്. ഖുറാവുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ആയത്തുകളുടെ എണ്ണത്തിൽ. കിതാബിലേക്ക് നോക്കൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 62 ആയത്ത് അല്ലെങ്കിൽ 64 ആയത്ത്. ഖുറാവുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് ആയത്തുകളുടെ എണ്ണത്തിൽ. കിതാബിലേക്ക് നോക്കൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. أنزلناها وفرضناها وأنزلنا فيها آيات بينات لعلكم تذكرون. الزانية والزاني فاجلدوا كل واحد منهما 100 جلدة ولا تأخذكم بهما رأفة في دين الله إن كنتم تؤمنون بالله واليوم الآخر وليشهد عذابهما طائفة من المؤمنين. الزاني لا ينكح إلا زانية أو مشركة والزانية لا ينكحها إلا زان أو مشرك وحرم ذلك على المؤمنين. صدق الله العظيم. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൻ അൻസൽനാഹ വഫറദ്നാഹ. ഈ സൂറത്ത്, ഈ മഹത്തായ സൂറത്ത് അൻസൽനാഹ, അതിനെ നമ്മൾ ഇറക്കിയതാണ്, നമ്മൾ അവതരിപ്പിച്ചതാണ്.
വഫറദ്നാഹ, ഈ സൂറത്തിനെ നമ്മൾ ഫർലാക്കിയതാണ്, നമ്മൾ നിയമമാക്കിയതാണ്. വഅൻസൽനാ ഫീഹാ ആയാത്തിൻ ബയ്യിനാത്തിൻ, നമ്മൾ ഈ സൂറത്തിൽ ഇറക്കിയിട്ടുണ്ട് ആയാത്തിൻ ബയ്യിനാത്തിൻ, വ്യക്തമായ ഒരുപാട് ആയത്തുകളും തെളിവുകളും ഇറക്കിയിട്ടുണ്ട്, ദീനിന്റെ നിയമങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ട്. എന്തിനാണിത്? ലഅല്ലക്കും തദക്കറൂന, നിങ്ങൾ ചിന്തിച്ച് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടി. സൂറത്തുൻ ഖബറാണ് തർക്കീബ്, അതിന്റെ മുബ്തദ മഹ്ദൂഫാണ്. അതാണ് മുഫസ്സിർ റഹ്മഹുല്ല സങ്കല്പിച്ചു കൊടുക്കുന്നത്. ഹാദിഹി സൂറത്തുൻ, ഇത് സൂറത്തുൻ, മഹത്തായ ഒരു സൂറത്താണ്, അല്ലാഹു തആല അവതരിപ്പിച്ച മഹത്തായ ഒരു സൂറത്താണ്. അൻസൽനാഹ, എങ്ങനത്തെ സൂറത്ത്? അൻസൽനാഹ, ഈ സൂറത്തിനെ നമ്മൾ ഇറക്കി, നമ്മൾ ഇറക്കിയതായ ഒരു സൂറത്താണ്. വഫറദ്നാഹ, ഈ സൂറത്തിനെ നമ്മൾ ഫർലാക്കിയതുമാണ്. ഇവിടെ രണ്ട് ഖിറാഅത്തുണ്ട്, മുഖഫഫൻ ഫറദ്നാഹ എന്ന് ശദ്ദില്ലാതെയും മുശദ്ദദൻ ഫറദ്നാഹ എന്ന് ശദ്ദ് കൊടുത്തിട്ടും. ഈ സൂറത്തിനെ നമ്മൾ ഫർലാക്കി എന്ന് പറഞ്ഞാൽ ലികസ്റത്തിൽ മഫ്റൂളി ഫീഹ, ഫർലാക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇതിലുണ്ടായതുകൊണ്ട് സൂറത്തിനെ ഫർലാക്കി എന്ന് പറഞ്ഞു. ഈ സൂറത്തിൽ ഒരുപാട് അഹ്കാമുകളുണ്ട്, ഫർലായ ഒരുപാട് നിയമങ്ങളുണ്ട് എന്നർത്ഥം. വീണ്ടും അല്ലാഹു തആല ആവർത്തിക്കുന്നു, അൻസൽന, നമ്മൾ ഇറക്കിയിട്ടുണ്ട്, ഫീഹ, ഈ സൂറത്തിൽ, ആയാത്തിൻ ബയ്യിനാത്തിൻ, വ്യക്തമായ ആയത്തുകൾ, വാളിഹാത്തി ദലാലാത്തി, അള്ളാഹുവിന്റെ നിയമങ്ങളുടെയും അഹ്കാമുകളുടെയും മേൽ അറിയിക്കുന്ന വ്യക്തമായ ആയത്തുകൾ ഈ സൂറത്തിൽ നമ്മൾ ഇറക്കിയിട്ടുണ്ട്. സൂറത്തിന്റെ തുടക്കം തന്നെ സൂറത്തുൻ അൻസൽനാഹ, ഈ സൂറത്തിനെ നമ്മൾ ഇറക്കിയതാണ്, നമ്മൾ ഇറക്കിയ സൂറത്താണിത് എന്ന് പറയുന്നുണ്ട്. ഈ സൂറത്ത് അല്ലാഹു തആല ഇറക്കിയതാകുമ്പോ ആ സൂറത്തിലുള്ള ആയത്തുകളും അല്ലാഹു തആല ഇറക്കിയതാകുമല്ലോ, കാരണം ആയത്തുകൾ ചേർന്നതാണല്ലോ സൂറത്ത്. പിന്നെ ഇതിൽ ഒരുപാട് ആയത്തുകളും ഇറക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത് എന്തിനാണ്? അപ്പൊ അതുകൊണ്ട് ഉദ്ദേശം സൂറത്തുൻ അൻസൽനാഹ വ ഫറദ്നാഹ വ അൻസൽനാ ഫിഹാ ആയാത്തിൻ ബയ്യിനാത്തിൻ എന്ന് അല്ലാഹു തആല ഈ സൂറത്തുകളെയും ഈ സൂറത്തിലുള്ള അഹ്കാമുകളെയും ആയത്തുകളൊക്കെ നമ്മൾ ഇറക്കിയതാണെന്ന് പറയുമ്പോൾ പ്രത്യേകം ഈ സൂറത്തിനെ പരിഗണിക്കണം, ഗൗനിക്കണം. ഇതിലുള്ള നിയമങ്ങളെയും ഫർളുകളെയും നിയമങ്ങളെയൊക്കെ നമ്മൾ പ്രത്യേകം പരിഗണിക്കേണ്ടതുണ്ട് എന്ന് ഓർമ്മപ്പെടുത്താനാണ് ഈ രീതിയിൽ അല്ലാഹു തആല പറയുന്നത്. ലഅല്ലക്കും, ഇങ്ങനെ ഈ സൂറത്തിനെ നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ, ലഅല്ലക്കും, നിങ്ങളായേക്കാം, തദക്കറൂന, ചിന്തിച്ച് പാഠം ഉൾക്കൊള്ളുന്നവരായേക്കാം. അപ്പൊ അല്ലാഹു തആല ഈ സൂറത്തിനെ ഇറക്കിയത് നിങ്ങൾ ചിന്തിച്ച് പഠിച്ച് മനസ്സിലാക്കി അതിൽ നിന്നും പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ തദക്കറൂന എന്നൊരു ഖിറാഅത്ത് ബഹുമാനപ്പെട്ട മുഫസ്സിർ റഹ്മഹുല്ലാ ആ ഖിറാഅത്ത് പറയുന്നില്ല. തദക്കറൂന എന്ന ഖിറാഅത്താണ് മുഫസ്സിർ റഹ്മഹുല്ല പറയുന്നത്. ബിഇദ്ഗാമി താഇ സാനിയ, തതദക്കറൂന എന്നാണ് ഫിഅല്. അതിൽ രണ്ടാം താഇനെ ഇദ്ഗാം ചെയ്തു. ഫിദ്ദാലി, ദാലിൽ ഇദ്ഗാം ചെയ്തു. ആ താഇനെ ദാലാക്കി മറിച്ചിട്ട് അപ്പൊ തദക്കറൂന എന്നായി. ഈ ഒരു നിയമം നമ്മൾ സഞ്ചാനിലും അജ്നാസിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അർത്ഥം തത്തഇലൂന, ഈ സൂറത്തിന് നമ്മൾ ഇറക്കിയത് തത്തഇലൂന, ലഅല്ലക്കും തത്തഇലൂന, നിങ്ങൾ ഉപദേശം സ്വീകരിക്കാനും പാഠം ഉൾക്കൊള്ളാനും വേണ്ടിയിട്ടാണ്. ഇനി അല്ലാഹു തആല വിശദമായിട്ട് ഈ സൂറത്തിലുള്ള നിയമങ്ങളെ പറയുകയാണ്. തുടക്കത്തിൽ തന്നെ അല്ലാഹു തആല ആദ്യ ആയത്തിൽ തന്നെ ഇതിലൊരുപാട് നിയമങ്ങൾ പറയുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇനി ഓരോ നിയമങ്ങൾ പറയുന്നു. അസ്സാനിയത്തു വസ്സാനി ഫജ്ലിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദ, വ്യഭിചരിച്ച
അവിവാഹിതരായ ആണും പെണ്ണുമാകുന്നത് ഫജ്ലിദു നിങ്ങൾ അടിക്കണം, കുല്ല വാഹിദി മിൻഹുമ ഈ രണ്ടാളുകളിൽ നിന്ന് ഓരോരുത്തരെയും നിങ്ങൾ അടിക്കണം, മിഅത്ത ജൽദ 100 അടി അടിക്കണം. ഇസ്ലാമിക കോടതിയാണെങ്കിൽ, ഇസ്ലാമിക ഭരണമാണെങ്കിൽ ജഡ്ജിയോടാണ്, ഇമാമിനോടാണ് അള്ളാഹുവിന്റെ കൽപ്പന, അല്ലെങ്കിൽ ഇമാമ് നിയമിക്കുന്ന ആളുകളോട്. വലാ തഅഖുദുകും ബിഹിമാ റഅഫത്തുൻ ഫീ ദീനില്ലാ അള്ളാഹു തആലയുടെ ദീനിന്റെ നിയമങ്ങൾ നടപ്പാക്കുന്ന അവസരത്തിൽ ഈ സ്ത്രീ പുരുഷനോട് നിങ്ങൾക്ക് ഒരിക്കലും ദയ തോന്നരുത്, കാരുണ്യം തോന്നരുത്. 100 അടി അടിക്കുകയോ, അവനെ വെറുതെ വേദനിപ്പിക്കണ്ട, അയ്യോഭാവം തോന്നിയിട്ട് നിങ്ങൾ അടിക്കാതിരിക്കരുത്. അള്ളാഹുവിന്റെ ദീനിന്റെ നിയമമാണ്. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ നിങ്ങൾ അള്ളാഹുവിനെ കൊണ്ടും യൗമുൽ ആഖിർ യൗമുൽ ഖിയാമയെ കൊണ്ടും വിശ്വസിക്കുന്ന വിശ്വാസികളാണോ, നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിന്റെ നിയമം നടപ്പാക്കിയേ മതിയാവൂ. അവിടെ നിങ്ങൾക്ക് ദയയോ കൃപയോ ഒന്നും തോന്നാൻ പാടില്ല. വൽ യശ്ഹദ് അദാബഹുമ അവർ രണ്ടുപേർക്കും ഈ ശിക്ഷ നടപ്പാക്കുന്ന അവസരത്തിൽ ആ 100 അടിക്ക് സാക്ഷികളാവണം ത്വായിഫത്തും മുഅ്മിനീന മുഅ്മിനീങ്ങളിൽപ്പെട്ട ഒരു കൂട്ടം ആളുകളെ നിങ്ങൾ അതിൽ പങ്കെടുപ്പിക്കണം, അതിൽ അവർ പങ്കെടുക്കണം. തഫ്സീർ നോക്കൂ. അസ്സാനിയത്തു വസ്സാനി സനാ യസ്നി സിനൻ ഫഹുവ സാനിൻ സാനിയാനി സാനൂന സാനിയത്തുൻ ഇസ്മു ഫായിലാണ്, അതിന്റെ മുദക്കറും മുഅന്നസും. സന യസ്നി വ്യഭിചരിച്ചു. ഇസ്മു ഫായിൽ ഇസ്മു മഫ്ഊൽ പോലത്തെ വസ്ഫുകളിൽ അലിഫ്ലാം പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ അലിഫ്ലാം മൗസൂലയാണ്, അല്ലത്തിയുടെ അർത്ഥത്തിനിക്കാൻ. ആ അലിഫ്ലാമിന്റെ സ്വിലയാണ് ആ ഇസ്മു ഫായിൽ. അലിഫ്ലാം മൗസൂലയാണല്ലോ, മൗസൂലകൾക്ക് സ്വില വേണം. സാധാരണ മൗസൂലകളുടെ സ്വില ജുംലയായിട്ടാണ് വരിക. അലിഫ്ലാം എന്ന മൗസൂലയുടെ സ്വില ഇസ്മു ഫായിൽ ഇസ്മു മഫ്ഊൽ പോലത്തെ വസ്ഫുകളായിരിക്കും. അപ്പൊ ഇത് ഏതർത്ഥത്തിനിക്കാണ്? അല്ലത്തി സനത് വല്ലദി സന എന്ന അർത്ഥത്തിനിക്കാണ് അസ്സാനിയത്തു വസ്സാനി. അല്ലത്തി സനത് വ്യഭിചരിച്ച സ്ത്രീ, വല്ലദി സന വ്യഭിചരിച്ച പുരുഷൻ. വ്യഭിചരിച്ച ഏത് സ്ത്രീയും പുരുഷനും എന്നർത്ഥമില്ല. ആമായ പദമാണെങ്കിലും ഈ ആയത്തുകൊണ്ട് ഉദ്ദേശം അവിവാഹിതരായ വ്യഭിചരിച്ച സ്ത്രീയും പുരുഷനും. അതാണ് മുഫസ്സിർ റഹ്മത്തുള്ളാഹി പറയുന്നത് ഗൈറുൽ മുഹ്സനീന മുഹ്സൻ അല്ലാത്ത സാനിയും സാനിയത്തും. ഇവിടെ മുഹ്സൻ കൊണ്ട് ഉദ്ദേശം വിവാഹിതൻ. അപ്പൊ ഗൈർ മുഹ്സൻ അവിവാഹിതനായ സാനിയും സാനിയത്തും, അതാണ് ഇവിടെ ഉദ്ദേശം. അങ്ങനെയാണ് ഇതിന്റെ തഫ്സീർ ഉദ്ദേശമെന്ന് എവിടുന്ന് കിട്ടി? അത് ലിറജ്മിഹിമ ബിസ്സുന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ മുഹ്സനായ സാനിയെയും മുഹ്സനത്തായ സാനിയത്തിനെയും റജ്മ് ചെയ്യപ്പെട്ടതിന് വേണ്ടി, ലിറജ്മിഹിമ സാനീനെയും സാനിയത്തിനെയും റജ്മ് ചെയ്യപ്പെട്ടു. റജ്മ് എന്ന് പറഞ്ഞാൽ എറിഞ്ഞു കൊല്ലപ്പെട്ടു. ഏത് സാനീനെയും സാനിയത്തിനെയും? മുഹ്സനായ ആളുകളെ, വിവാഹിതരായ വ്യഭിചാരിയെയും വ്യഭിചരിച്ച സ്ത്രീയെയും പുരുഷനെയും. അത് ബിസ്സുന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നബി തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. നബി തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ബഹുമാനപ്പെട്ട മാഇസ് റളിയല്ലാഹു അൻഹു വ്യഭിചരിച്ചു എന്ന് അദ്ദേഹം തന്നെ നബി തങ്ങളുടെ അടുക്കൽ വന്ന് കുറ്റം സമ്മതിച്ച് അദ്ദേഹത്തെ എറിഞ്ഞു കൊല്ലാൻ നബി തങ്ങൾ കൽപ്പിച്ചു. അള്ളാഹുവിന്റെ നിയമം നബി തങ്ങൾ നടപ്പാക്കി. അതുപോലെ തന്നെ ഗാമിദിയത്ത്, ഗാമിദ് ഗോത്രത്തിൽപ്പെട്ട ജുഹൈന ഗോത്രത്തിലെ ഒരു ഉപവിഭാഗമാണ് ഗാമിദ്. ആ ഗോത്രത്തിൽപ്പെട്ട ഗാമിദിയത്ത് ഒരു സ്ത്രീ, ആ സ്ത്രീയും നബി തങ്ങളുടെ അടുക്കൽ വന്ന്, നബിയെ ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, എനിക്ക് ആഖിറത്തിൽ അതിന്റെ കുറ്റം ലഭിക്കരുത്, ഇവിടുന്ന് തന്നെ അതിന്റെ ശിക്ഷകളൊക്കെ നടപ്പാക്കണം, ആഖിറത്തിൽ അതിന്റെ പാപം, ആ പാപത്തിന്റെ ഭാരം ഞാൻ ഏൽക്കേണ്ടി വരരുത് എന്നൊക്കെ പറഞ്ഞ് നബി തങ്ങളുടെ അടുക്കൽ വന്ന് കുറ്റം സമ്മതിച്ച് ആ സ്ത്രീ ഗർഭിണി ആയതുകൊണ്ട് നബി തങ്ങൾ പ്രസവിക്കുന്നത് വരെയും ആ കുട്ടി
മുലപ്പാലല്ലാത്ത മറ്റ് ഭക്ഷണങ്ങൾ ഭക്ഷിക്കുന്ന കാലം വരെയും ആ സ്ത്രീക്ക് താമസം ചെയ്തു കൊടുത്തു. അതിനുശേഷം എറിഞ്ഞു കൊല്ലാൻ കൽപ്പിച്ചു. ആ സ്ത്രീയെയും ആ സ്വഹാബി വനിതയെയും എറിഞ്ഞു കൊല്ലപ്പെട്ടു റളിയല്ലാഹു അൻഹുമ. സ്വഹാബത്തിൽപ്പെട്ട ആളുകളൊക്കെ വ്യഭിചരിക്കുകയോ വൻദോഷം ചെയ്യുകയോ എന്നൊന്നും വിചാരിക്കണ്ട. അവരെ മോശക്കാരായിട്ട് കാണാനും പറ്റില്ല. വലിയ മുന്തിയ ആളുകളാണ് ഈ മായിസ് റളിയല്ലാഹു അൻഹും വാമിദിയ്യത്ത് റളിയല്ലാഹു അൻഹായും. അവര് അങ്ങേയറ്റം പശ്ചാത്തപിച്ചിട്ടുണ്ട്. അവരുടെ ഈമാനിന്റെ പവർ കൊണ്ടാണ് അവർ വന്നിട്ട് കുറ്റസമ്മതം നടത്തിയിട്ട് ആഖിറത്തെക്കുറിച്ച് പേടിച്ചിട്ട് ആഖിറത്തിലുള്ള ശിക്ഷ ഭയന്നിട്ടാണ് അവർ ഇവിടെ വന്നിട്ട് നബി തങ്ങളുടെ അടുക്കൽ വന്ന് കുറ്റസമ്മതം നടത്തിയിട്ട് ശിക്ഷ ഏറ്റുവാങ്ങിയത്. അവർ ചെയ്ത തൗബ ഭൂലോകത്തുള്ള എല്ലാ പാപികൾക്കും വീതം വെച്ചു കൊടുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു അംശം കിട്ടിയാൽ മതി, എല്ലാവരുടെയും പാപം പൊറുക്കപ്പെടും. അത്രയും കനപ്പെട്ട തൗബ മായിസ് റളിയല്ലാഹു അൻഹു ചെയ്തിട്ടുണ്ട്. അതുപോലെ വാമിദിയ്യത്തിന്റെ തൗബയെക്കുറിച്ചും സമാനമായ രീതിയിൽ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങേയറ്റത്തെ പശ്ചാത്താപം നടത്തി തൗബ ചെയ്ത് അള്ളാഹു തആല തൗബ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ നബി തങ്ങൾ അങ്ങനെ പറയുന്നത്. മായിസ് റളിയല്ലാഹു തആല അൻഹു ചെയ്ത തൗബ വിഭജിച്ച് അതിന്റെ ഒരംശം പാപികളായ ആളുകളിലേക്ക് കൊടുക്കുകയാണെങ്കിൽ ആ കിട്ടിയ അംശത്തിന്റെ ഫലമായിട്ട് പാപികളുടെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടുമെന്ന് നബി തങ്ങൾ പറയണമെങ്കിൽ എത്ര മുന്തിയ തൗബയാണ് മായിസ് റളിയല്ലാഹു തആല അൻഹു ചെയ്തിട്ടുണ്ടാവുക. മായിസിനെ നിങ്ങൾ നിസ്സാരമാക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് നബി തങ്ങൾ പറയുന്നത്. അല്ലാഹു തആലയുടെ ഹിക്മത്താണ്. ഈ ഒരു നിയമം നബി തങ്ങളുടെ കാലഘട്ടത്തിൽ നടപ്പാക്കിയിട്ട് ജനങ്ങളെ കാണിച്ചു കൊടുക്കണമെങ്കിൽ നബി തങ്ങളുടെ കാലത്ത് സിന നടക്കണമല്ലോ. അപ്പോൾ അല്ലാഹു തആലയുടെ ഹിക്മത്താണ് നബി തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ ഒരു സ്ത്രീ അതുപോലെ ഒരു പുരുഷൻ നബി തങ്ങളുടെ അടുക്കൽ വന്ന് പറയുന്നു. നബി തങ്ങൾ ഈ ശിക്ഷ നടപ്പാക്കിയിട്ട് നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നു. ഇവർ രണ്ടുപേരും തമ്മിൽ വ്യഭിചരിച്ചതല്ല. മായിസ് റളിയല്ലാഹു അൻഹു വ്യഭിചരിച്ച അവരുടെ കൂടെ വ്യഭിചരിച്ച ആ സ്ത്രീ എറിഞ്ഞു കൊല്ലപ്പെട്ടതായിട്ട് ചരിത്രത്തിൽ പറയപ്പെടുന്നില്ല. അതുപോലെ വാമിദിയ്യത്ത് എന്ന സ്ത്രീയുടെ കൂടെ വ്യഭിചരിച്ച പുരുഷൻ എറിഞ്ഞു കൊല്ലപ്പെട്ടതായിട്ടും കാണുന്നില്ല. നബി തങ്ങൾ അത് ചോദിച്ചിട്ടുമില്ല. ഏതായാലും അവർ മുഹ്സനുകളായിരുന്നു, വിവാഹിതരായിരുന്നു. വിവാഹിതരായ ആളുകൾ വ്യഭിചരിച്ചു കഴിഞ്ഞാൽ അവർ എറിഞ്ഞു കൊല്ലണമെന്ന് ഹദീസിന്റെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ 100 അടി അടിക്കണം എന്നാണ് ഇപ്പൊ ഈ ആയത്തിൽ പറയുന്നത്. ഈ ആയത്തിന്റെ വിവക്ഷ അവിവാഹിതരായ സാനിയെയും സാനിയത്തിനെയും 100 അടി അടിക്കണം എന്നാണ്. അല്ലെങ്കിൽ ആയത്തും ഹദീസും തമ്മിൽ എതിരാകുമല്ലോ. വ്യഭിചാരം എന്നത് അത്രയും വലിയ പ്രശ്നമുള്ള ഒരു കാര്യമാണ്. ജനങ്ങളുടെ നെസബ് തന്നെ, കുടുംബം തന്നെ, തറവാട് തന്നെ ആകെ താറുമാറാവുമല്ലോ. അരാജകത്വം പെരുകുമല്ലോ. ഈ നിയമം ഇന്ന് നടപ്പാക്കപ്പെടാത്തത് കൊണ്ടാണ്. നിയമം നടപ്പാക്കപ്പെടുന്നില്ല എന്ന് മാത്രമല്ല, വ്യഭിചാരത്തിനുള്ള എല്ലാ അവസരങ്ങളും നിയമപരമായിട്ട് തന്നെ തുറന്നു കൊടുക്കപ്പെടുന്നത് കൊണ്ടാണ് ഇത്ര വ്യാപകമായിട്ട് അരാജകവും അശ്ലീലവും നമുക്കിടയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലാഹു തആല നമ്മെയും നമുക്ക് വേണ്ടപ്പെട്ടവരെയും അത്തരം തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വഅൽ ഫീമാ ദുഖിറ, പറയപ്പെട്ട സാനി സാനിയത്ത് അതിലുള്ള അലിഫ്ലാമുകൾ മൗസൂലത്തുൻ മൗസൂലയാണ്. വഹുവ മുബ്തദഉൻ, തർക്കീബ് അസാനിയത്ത് വസാനി മുബ്തദയാണ്. അതിന്റെ ഖബറാണ് ഫജിലിദു കുല്ലവാഹിദിൻ എന്നത്. ഈ ഖബറിൽ ഒരു ഫാ പ്രവേശിച്ചിട്ടുണ്ട്. അതിന്റെ കാരണം എന്താണ്? ഈ മുബ്തദക്ക് ഒരു ഷർത്തിന്റെ അർത്ഥമുണ്ട്. ഷർത്തിന്റെ ജവാബിൽ ഫാ കൊടുക്കുമല്ലോ. ഷർത്തിന്റെ അർത്ഥം ഉൾക്കൊണ്ടതായ മുബ്തദയായതുകൊണ്ട് അതിന്റെ ഖബറിൽ ഒരു ഫാ കൊടുത്തതാണ്. ലിശിബ്ഹിഹി വലിശിബ്ഹിഹി, ഈ മുബ്തദക്ക് സാമ്യമുണ്ടായതുകൊണ്ട്, ബി ഷർത്തി ഷർത്തിനോട് സാമ്യമുണ്ടായതുകൊണ്ട് ദഖലത്തിൽ ഫാ പ്രവേശിച്ചു. ഫി ഖബരിഹി, അതിന്റെ ഖബറിൽ ഫാ പ്രവേശിച്ചു. വഹുവ, ഏതാണ് ഖബർ? ഫജിലിദു എന്നതാണ് ഖബർ. അപ്പൊ വ്യഭിചരിച്ച സ്ത്രീയും പുരുഷനും, അഥവാ സ്ത്രീയും പുരുഷനും വ്യഭിചരിച്ചാൽ എന്നൊരു അർത്ഥം അതിന്റെ അകത്തുണ്ട്. ഫജിലിദു, നിങ്ങൾ അടിക്കണം, കുല്ല വാഹിദി മിൻഹുമ, ആ സ്ത്രീ പുരുഷന്മാരിൽപ്പെട്ട ഓരോരുത്തരെയും, രണ്ടുപേരെയും കൂടെ 100 അടിച്ചാ പോരാ, രണ്ടുപേരെയും അടിക്കണം. മിഅത്ത ജൽദ, 100 അടി അടിക്കണം.
ജൽദത്ത് എന്ന് പറഞ്ഞാൽ ഐ ലൊർബത്തൻ 100 അടി. ഈ ജലദ യജ്ലിദു ഇജ്ലിദു അതിന്റെ നമ്പറാണല്ലോ. ഇതേതാണ് ഫീൽ? യുക്കാലു പറയപ്പെടാറുണ്ട് ജലദഹു എന്ന് പറയും. ജലദ സൈദുൻ അംറൻ ഐ ലറബ ജിൽദഹു, അവന്റെ തൊലിയെ അടിച്ചു, അവന്റെ തൊലിപ്പുറത്ത് അടിച്ചാൽ ജലദ എന്ന് പറയും. ആ പദമാണ് അല്ലാഹു തആല പ്രയോഗിക്കുന്നത്. തൊലിക്ക് വേദനയാകുന്ന, ഇറച്ചിക്ക് വേദനയാകുന്ന രീതിയിൽ 100 അടി അടിക്കണം. വയുസാദു അലാ ദാലിക്, ഈ ജൽദിന്റെ പുറമെ 100 അടിക്ക് പുറമെ അതിനേക്കാളും കൂടുതലാക്കപ്പെടുകയും വേണം. കൂടുതലാക്കപ്പെട്ടിട്ടുണ്ട്, കൂടുതലാക്കപ്പെടും. ശിക്ഷാ നടപടി ഹദ് എന്നാണ് പറയുക. ഇസ്ലാമിക ഭരണകൂടമാണ് ഇത് നടപ്പാക്കേണ്ടത്. വ്യക്തികൾ നിയമം കയ്യിലെടുക്കാൻ പാടില്ല. അപ്പൊ അവിവാഹിതരായ സ്ത്രീ പുരുഷന്മാർ വ്യഭിചരിച്ചു കഴിഞ്ഞാൽ അത് കോടതിയിൽ നിയമപ്രകാരം, അതിൻ്റെതായ നിയമങ്ങളൊക്കെ ഉണ്ട് കോടതിയിൽ സ്ഥിരപ്പെടണമെങ്കിൽ, നിയമപ്രകാരം അത് കോടതിയിൽ തെളിയുകയും ചെയ്തു കഴിഞ്ഞാൽ 100 അടി. അതിന് പുറമെ വൈസാദു അലാദാലിക്, ആ 100 അടിയേക്കാളും കൂടുതലാക്കപ്പെടണം. ബിസുന്ന, അത് ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ്, ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. എന്ത്? തഗ്രീബു ആമിൻ, 1 വർഷം നാടുകടത്തലും. 100 അടിയും 1 വർഷം നാടുകടത്തലുമാണ് അവിവാഹിതർക്കുള്ള ഹദ്, ശിക്ഷാ നടപടി. വിവാഹിതരെയാണ് എറിഞ്ഞുകൊല്ലേണ്ടത്. ഈ നിയമം സ്വതന്ത്രരായ സ്ത്രീ പുരുഷന്മാർക്കുള്ളതാണ്. അടിമയാണെങ്കിൽ നിയമം വേറെയാണ്. വറഖീഖു, അടിമ സ്ത്രീ അല നിസ്, അല്ലെങ്കിൽ അടിമയായ പുരുഷൻ അല നിസ്ഫി മിമ്മാ ദുക്കിറ, പറയപ്പെട്ട നിയമത്തിന്റെ നേർപകുതിയുടെ മേലാണെന്ന് പറഞ്ഞാൽ അവർക്ക് 50 അടിയാണ്. 50 അടിയാണ് അടിമ സ്ത്രീയും അടിമ പുരുഷനും വ്യഭിചരിച്ചാലുള്ള നിയമം. ഇതെല്ലാം ഹദീസുകളുടെ അടിസ്ഥാനത്തിലൊക്കെ സ്ഥിരപ്പെട്ട കാര്യമാണ്. ഇതൊന്നും തഫ്സീറിന്റെ കൂട്ടത്തിൽ പഠിക്കാതെ വെറും ഖുർആന്റെ പരിഭാഷ, ആയത്തുകളുടെ നേർ ട്രാൻസ്ലേഷൻ മാത്രം നോക്കിയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ, അത് തന്നെയാണ് ദീനിന്റെ നിയമം എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരുപാട് അബദ്ധങ്ങൾ വരും, ധാരാളം പ്രശ്നങ്ങൾ വരും. അതുകൊണ്ടാണ് ഖുർആൻ പരിഭാഷ നോക്കിയിട്ട് ദീനിന്റെ നിയമങ്ങൾ പഠിക്കരുത്. ദീനിന്റെ നിയമങ്ങൾ പഠിക്കേണ്ടത് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിൽ നിന്നാണ് എന്ന് പറയുന്നത്. കാരണം ആയത്തുകളിലും ഹദീസുകളിലും മറ്റൊക്കെ വന്ന എല്ലാം സംയോജിപ്പിച്ചിട്ടാണ് ബഹുമാന്യരായ ഫുഖഹാ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വിവരിക്കുന്നത്. ഇപ്പൊ ഈ ഒരായത്തിൽ തന്നെ സൂറത്തുൻ അൻസൽനാഹ വ ഫറദ്നാഹ വ അൻസൽനാ ഫീഹാ ആയാത്തിൻ ബയ്യിനാത്തിൻ ലഅല്ലക്കും തദക്കറൂൻ അസ്സാനിയത്തു വസ്സാനി ഫജ്രിദു കുല്ല വാഹിദിൻ മിൻഹുമാ മിഅത ജൽദ. മുഹ്സൻ അല്ലാത്ത എന്ന് കൈതൊന്നും കൊടുത്തില്ല, സ്വതന്ത്രരല്ല, അടിമകളല്ലാത്ത എന്നൊന്നും ഉപാധി പറയാതെ ഈ ആയത്തിന്റെ നേർ ട്രാൻസ്ലേഷൻ വെച്ചിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാവും? വ്യഭിചരിച്ച ആണാവട്ടെ പെണ്ണാവട്ടെ, അത് സ്വതന്ത്രരാവട്ടെ അടിമകളാവട്ടെ, വിവാഹിതരാവട്ടെ അവിവാഹിതരാവട്ടെ, അവരെ 100 അടി അടിക്കണം, എറിഞ്ഞു കൊല്ലണമെന്നുള്ള നിയമം ഇതിൽ നിന്ന് കിട്ടില്ല. അടിമകൾക്കുള്ള നിയമവും ഇതിൽ നിന്ന് കിട്ടില്ല. 1 വർഷം നാട് കടത്തണമെന്ന നിയമവും ഇതിലില്ല. അപ്പൊ അങ്ങനെയുള്ള ഹദീസുകളൊന്നും പഠിക്കാതെ ഈ ആയത്തിന്റെ പരിഭാഷ മാത്രം നോക്കിക്കഴിഞ്ഞാൽ ദീനിന്റെ നിയമങ്ങൾ ഒരുപാട് നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ കർമ്മങ്ങളുടെ നിയമങ്ങൾ പഠിക്കാനുള്ള ഒരു മാർഗമായിട്ട് തഫ്സീറുകളെയോ ഖുർആൻ പരിഭാഷയെയോ നമ്മൾ കാണരുത്. ദീൻ പഠിക്കാനുള്ളത്, അഹ്കാമുകൾ പഠിക്കാനുള്ളത് ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളാണ്. എന്നാൽ ഫിഖ് എന്നതോ ആയത്തുകളും ഹദീസുകളും എല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ട് ഉണ്ടാക്കിയതാണ്. ഇനി വലാ തഅഖുദുക്കും, നിങ്ങളെ പിടികൂടരുത്, ബിഹിമ, നിങ്ങളെ പിടികൂടരുത്, ബിഹിമ, ഈ 2 വ്യഭിചാരിയുടെയും വ്യഭിചാരിണിയുടെയും കാരണം കൊണ്ട്, അതായത് അവർ നിങ്ങളെ കുടുംബക്കാരോ ബന്ധുക്കളോ വേണ്ടപ്പെട്ടവരോ അല്ലെങ്കിൽ മനുഷ്യ സഹജമായിട്ട് നിങ്ങൾക്ക് മറ്റൊരുത്തൻ വേദനിക്കുമ്പോണ്ടാകുന്ന പ്രയാസങ്ങൾ അതൊന്നും ഉണ്ടാവരുത് എന്ന് അല്ലാഹു തആല പറയുന്നു. വലാ തഖുദുകും ബിഹിമ, അവരിൽ നിങ്ങളെ പിടികൂടരുത്. റഅഫത്തും കൃപയും ദയയും പിടികൂടരുത്. ഫീ ദീനില്ല, അള്ളാഹുവിന്റെ ദീനിൽ എന്ന് പറഞ്ഞാൽ ഐ ഹുക്മിഹി, അള്ളാഹു തആലയുടെ ഹുക്മിൽ, അഥവാ അള്ളാഹു തആല ഹുക്ം നടപ്പാക്കുമ്പോൾ നിങ്ങൾക്ക് അവരോട് ദയയും കാരുണ്യൊന്നും തോന്നരുത്. അങ്ങനെ തോന്നിയിട്ട് ബിയാൻ തത്റുക്കു ശൈഅൻ മിൻ ഹദ്ദിഹിമ, അവരുടെ ശിക്ഷയാകുന്ന ഹദ്ദിൽ നിന്നും ഒന്നും നിങ്ങൾ ഉപേക്ഷിക്കരുത്. അങ്ങനെ ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ അവരോട് ദയ കാണിക്കരുത്. ഇത് അള്ളാഹുവിന്റെ നിയമ. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ,
നിങ്ങൾ അള്ളാഹുവിനെ കൊണ്ടും യൗമുൽ ആഖിർ കൊണ്ടും വിശ്വസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും അവരോട് ദയ കാണിച്ചുകൊണ്ട് ശിക്ഷയിൽ നിന്നും അവരെ ഒഴിവാക്കരുത്. യൗമുൽ ആഖിർ കൊണ്ട് ഉദ്ദേശം യൗമുൽ ബഅസ്. ഫി ഹാദാ ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്ന് പറഞ്ഞതിലുണ്ട് തഹ്രീറുൻ അലാ മാ ഖബല ഷർത്ത്. ഷർത്തിന്റെ അദാത്തിന്റെ മുൻപ് പറഞ്ഞ ആ നിയമത്തിന്റെ മേൽ ഒരു പ്രോത്സാഹനവും പ്രചോദനവും നൽകലുണ്ട്. ഇൻകുന്തും എന്താണ് ഷർത്ത്? ഈ ഷർത്തിന്റെ ജുംലക്ക് മുമ്പ് പറഞ്ഞത് ഒരു ദയയും കാണിക്കരുത് എന്നാണല്ലോ. ദയ കാണിക്കരുത് എന്നതിനൊരു പ്രചോദനം നൽകുകയാണ്. ഇൻകുന്തും, നിങ്ങൾ വിശ്വാസികളാണോ? അള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കുന്നുണ്ടോ? യൗമുൽ ആഖിർ കൊണ്ട് വിശ്വസിക്കുന്നുണ്ടോ? യഥാർത്ഥ വിശ്വാസികളാണോ എന്നൊക്കെ പറയുമ്പോൾ വിശ്വാസികളായ ആളുകൾക്ക് ആ നിയമം നടപ്പാക്കുമ്പോൾ ഒരു ദയയും വരില്ല. അള്ളാഹുവിനെ കുറിച്ച് ഓർത്തവര് കാര്യങ്ങൾ നടപ്പാക്കും. അതിനൊരു പ്രചോദനമാണ്. വഹുവ, ഈ ഷർത്തിന് മുൻപ് പറഞ്ഞ കാര്യമാണ് ജവാബുഹു, അതിന്റെ ജവാബ്. ഷർത്തിനേക്കാൾ മുൻപിൽ ജവാബ് വന്നതാണ് ഒരഭിപ്രായം. അല്ലെങ്കിൽ ഔ ദാലുൻ അലാ ജവാബിഹി, അല്ലെങ്കിൽ മുമ്പ് വന്നതാണ് ഷർത്തിന്റെ മേൽ അറിയിച്ചു തരുന്നത്. ഷർത്തിനേക്കാളും മുൻപിൽ ജവാബ് വരില്ല എങ്കിൽ ഷർത്തിന്റെ ജവാബിന്റെ മേൽ അറിയിച്ച് തരുന്ന വാക്യമാണ് ലാ തഅഖുദുകും ബിഹിമാ റഅഫ എന്നത്. വൽ യശ്ഹദ് അദാബഹുമാ, അവർക്ക് രണ്ടുപേർക്കുമുള്ള ശിക്ഷക്ക് സാക്ഷിയാവട്ടെ. ഏതാണ് ശിക്ഷ? അയിൽ ജൽദ, ആ 100 അടിക്ക് സാക്ഷികളാവട്ടെ. ത്വായിഫത്തും മിനൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളിൽപ്പെട്ട ഒരു കൂട്ടം ആളുകൾ അതിൽ പങ്കാളികളാവട്ടെ. അവർ കാണട്ടെ, അവർ സന്നിഹിതരാവട്ടെ. എന്നിട്ട് അതിൽ നിന്ന് പാഠം ഉൾക്കൊള്ളട്ടെ. ഞാൻ വ്യഭിചരിച്ച എനിക്കും ഇത് തന്നെയായിരിക്കും അവസ്ഥ എന്ന് മനസ്സിലാക്കിയിട്ട് ബാക്കിയുള്ള ആളുകളും ആ തെറ്റിൽ നിന്ന് പിന്മാറട്ടെ. എത്ര ആളുകൾ വേണം? ഒരു കൂട്ടം ആളുകൾ എന്ന് പറഞ്ഞാൽ ഖീല സലാസ, 3 ആളുകൾ. വഖീല അർബഅ, അല്ല 4 ആളുകളെങ്കിലും മിനിമം വേണം. 4 എന്നത് അദദു ശുഹൂദി സിന, സിനയുടെ സാക്ഷികളുടെ എണ്ണമാണ് 4. ഒരാള് വ്യഭിചരിച്ചു എന്ന് കോടതിക്ക് ബോധ്യപ്പെടണമെങ്കിൽ, ഇസ്ലാമിക ഭരണകൂടത്തിനക്ക്, ഇസ്ലാമിക ജഡ്ജിക്ക് ബോധ്യപ്പെടണമെങ്കിൽ 4 ആളുകൾ സാക്ഷി നിൽക്കണം. അപ്പോൾ സിന സ്ഥിരപ്പെടാൻ 4 സാക്ഷികൾ വേണമല്ലോ. അതുകൊണ്ട് 4 ആളുകളെങ്കിലും അതിന്റെ ശിക്ഷ നടപ്പാക്കുന്നിടത്തും സന്നിഹിതരാവട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് നാളെ പറയാം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. ഇത്തരം തെറ്റുകുറ്റങ്ങളിൽ നിന്നൊക്കെ അല്ലാഹു തആല നമ്മയും വേണ്ടപ്പെട്ടവരെയും കാത്തുരക്ഷിക്കട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.